നരേന്ദ്രമോദിയുടെ പരിപാടിയുടെ ഭാഗമായി അനധികൃതമായ ഫ്ലക്സ് വെച്ചതിൽ കേസെടുത്ത് പോലീസ്. ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെയാണ് കേസ്. കോടതി വിധി ലംഘിച്ചതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, പരിപാടിയെല്ലാം ഗ്രാൻഡായി, പക്ഷേ ഇതാ ഫ്ലക്സ് വെച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ കോടതി വിധി ലംഘിച്ചതിൽ നടപടിയെടുക്കുകയാണ്. കേസെടുത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും വിനീത, ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഫ്ലെക്സുകൾ നഗരമധ്യത്തിൽ ഒക്കെ തന്നെ വലിയ രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ പരിപാടി ആഘോഷിക്കുകയായിരുന്നു BJP. പക്ഷേ ആദ്യം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് അയക്കുകയുണ്ടായി. അടിയന്തരമായി 2 മണിക്കൂറിനകം തന്നെ ഈ പറയുന്ന ഫ്ലെക്സുകളും ബോർഡുകളും എല്ലാം തന്നെ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം നഗരസഭാ സെക്രട്ടറി, തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി ഒരു നോട്ടീസ് അയക്കുന്നത്. കുറച്ചൊക്കെ ഫ്ലെക്സുകൾ മാറ്റാൻ മാത്രമാണ് BJP തയ്യാറായത്. പൂർണ്ണമായിട്ടും ഫ്ലെക്സുകൾ മാറ്റിയിരുന്നില്ല. ഭൂരിഭാഗം ഫ്ലെക്സുകളും അതേപടി തന്നെ നഗരമധ്യത്തിൽ തുടരുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് നഗരസഭാ സെക്രട്ടറി ഒരു പരാതിയുമായി തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനെ പോലീസിനെ സമീപിക്കുന്നത്. തുടർന്ന് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് കോടതി വിധിയുടെ ലംഘനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ചുമത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ വകുപ്പ് ഒരു പൊതുവഴിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുക, ജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് കേരള പോലീസ് ആക്ടിലെ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പാളയം ജംഗ്ഷൻ മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെ ഫുട്പാത്തിൽ പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന വിധം മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൽ കുറ്റമായി FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കോർപ്പറേഷനും ഇതിൽ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ തീരുമാനവും എടുത്തിരുന്നു. 19,97,000 രൂപയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് BJP ജില്ലാ കമ്മിറ്റിക്ക് പിഴ ചുമത്തിയിരുന്നത്. എന്നാൽ BJP ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് നിയമപരമായി അതിനെ നേരിടുക എന്നുള്ളതാണ്. നിലവിൽ പിഴ അടയ്ക്കുന്നില്ല. അതേസമയം ഈ ഫ്ലെക്സുകൾ പരമാവധി ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ പരിപാടി ആയതുകൊണ്ട് പല ഫ്ലെക്സുകളും എടുത്തു മാറ്റാൻ സാധിച്ചില്ല. പക്ഷേ ഭൂരിഭാഗവും എടുത്തു മാറ്റിയെന്നുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ അതിനെ നിയമപരമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് BJP എത്തിയിരിക്കുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ ആഹ്ലാദമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷേ ആ വഴിയരികിൽ ബോർഡ് സ്ഥാപിച്ചതിൽ, ഫ്ലക്സ് വെച്ചതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കോർപ്പറേഷനും നടപടികളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.